ഉണ്ണി ഉണ്ണി ആഹാ, ഞാൻ വിളിച്ചൊന്നും ഉണ്ണി കേട്ടില്ലേ? എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഫേസ് ചെയ്യാനാ ഞാൻ വന്നത്. നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര. ഈ കുഞ്ഞ്, 1 ലക്ഷം രൂപ, പിന്നെ ഞാനിപ്പോൾ ഒരടുപ്പി തീ കൂട്ടാൻ പോവാ. എവിടെയാ? എന്റെ മനസ്സിലാണോ? മോക്ക് പേരിട്ടോ? ഇല്ല. ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം. എനിക്കറിയാം. എന്നാ പറ. മീരാന്നോ? മീനാക്ഷി. മീനാക്ഷി. മീനാക്ഷി കൊള്ളാം, എനിക്കിഷ്ടായി. നമ്മുടെ മോക്കിടാനിരുന്ന പേരാ. മീനാക്ഷി, ഇതാരാ നോക്കി? ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. കുറച്ചു കഴിയുമ്പോ അതിന് ദേഷ്യം. ഉണ്ണി എന്തായി പറയുന്നേ? മീരപ്പയ്ക്കോ? ഉണ്ണി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കുകയും വേണ്ട. ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം. എന്തിനാ? 1 ലക്ഷം അല്ല ഉണ്ണി, 1 ആയുസ്സാ വലുത്. കാണോ? കാണാം. ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യനും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോ ഞാൻ സ്വാർത്ഥനാണ്. സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൻ ഡിനൈ ഇറ്റ്. യു കാൻ ഡിസ്പീക്ക്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം. മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിനുണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. കരയണ്ട കരയണ്ട കരയണ്ട. ഉണ്ണി, ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചെറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. എന്റെ നെഞ്ചെടുപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീരെ എനിക്ക് വിട്ടുതരണം. എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ. അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടിയൊക്കെ ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പണിയാ മതി. അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്. പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ? അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ? പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം. അതാ അതിന്റെ ന്യായം. അല്ലാതെ ഒമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ. വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. താനീ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്. അത് വീട്ടാൻ ഞാൻ കെട്ടിക്കൊള്ളാം. താനീ കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി നീ അതിന് കഴിക്കാതെ എന്നോട് തന്നെയുള്ള വെറുപ്പുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവനാ. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്.
ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമില്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം, ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര് എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. മീനാക്ഷി, ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു. കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്. എന്താ എന്താ കാര്യം? ഉണ്ട്, മീനാക്ഷിക്കൊരു വിശേഷമുണ്ട്. എന്താ വിശേഷം? അതെ, ഇന്ന് തൊള്ള തുറക്കാതെ. അതൊക്കെ പെമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ? ഇപ്പൊ കാണണ്ട. ഞാൻ വിളിച്ചു കാണിക്കാം. കാണിക്കാൻ നടക്കുന്നു. നീ പോയി ആ കാർത്തിയാനി ചേച്ചിയും ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് നാളെ കോര ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ. ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട, 4 ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കയുടെ മൂട് പിന്നാരം ചോദിക്കാൻ നടക്കുന്നു ഒരു മരങ്ങോട്. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി. ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും അവള് വരില്ല. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, there is blood on the moon. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും. സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു ഋജുരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യനായി തീരുന്നു. ഇങ്ങനെയാണ് കറുത്ത ഭാവം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞവരൊന്നും അല്ല. അയ്യോ, എനിക്ക് വയ്യേ. ഞാനിനി എന്തോ ചെയ്യും എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ചേട്ടച്ചോ, എന്റെ ചേട്ടച്ചോ, ഈ പഠിപ്പിലൊന്ന് നിർത്ത്. അത്യാഹിതം പറ്റിയത് അറിഞ്ഞോ? അയ്യോ, എന്റെ മനസ്സിൽ ചൂട്ട് പോലെ കത്തുവാ. എന്താ പറ്റിയമ്മേ? നിന്റെ തന്തേന്ന് പറയുന്ന യന്ത്രനുണ്ടല്ലോ, അയാള് നമ്മളെ ഇട്ടേച്ച് പോയി. മിലിറ്ററി. അച്ഛൻ ചത്തോമ്മേ? ഓ, ചത്തങ്ങി ഭേദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? അയാള് നാഗാലാൻഡുകാരി ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും. മാങ്കൂട്ടത്തില് ചെറിയച്ഛൻ ലീവിൽ വന്നിട്ടുണ്ട്. അയാൾ വന്ന് പറഞ്ഞതാ ഇനി നോക്കണ്ടെന്ന്. അമ്മ വീട്ടിലേക്ക് പോ, ഞാൻ പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് ജയിച്ചാ എനിക്ക് മിലിറ്ററി ചേരണം. ഏരണം കെട്ടവനെ, നിന്റെ ഒരു മിലിറ്ററി. തന്തയുടെ കൂടെ നീയും പോടാ. എന്നിട്ട് നാഗാലാൻഡ് ഒരു ചക്രക്കണ്ണി നോക്കിയിരിക്കുന്ന ചെല്ലടാ അങ്ങോട്ട്. നീ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദൈവമേ, എനിക്ക് ആരുമില്ല. ചേട്ടച്ചാ, ഈ നാഗാലാൻഡ് എവിടെയാ? എവിടെ ആയാലും ഒരു ദിവസം ഞാനവിടെ പോവും.